ഗസയിലും വെസ്റ്റ് ബാങ്കിലും നരനായാട്ട് തുടർന്ന ഇസ്രായേൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 2 പേരെ ഗസയിൽ ഇന്ന് ഇസ്രായേൽ കൊലപ്പെടുത്തി. 8ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികളെ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇന്നലെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. വെസ്റ്റ് ബാങ്കിലും 2 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. രണ്ടാം ഘട്ട ഗസ വെടിനിർത്തൽ ചർച്ച ഉടൻ ആരംഭിച്ചേക്കുമെന്ന് ഖത്തർ അറിയിച്ചു. അവശേഷിച്ച 2 ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം ഉടൻ നടന്നേക്കുമെന്നും റിപ്പോർട്ട്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നിലവിലുള്ള അഴിമതി കേസുകളിൽ പ്രസിഡന്റ് ഇസാക് ഹെർസോഗിനോട് മാപ്പ് അഭ്യർത്ഥിച്ച ശേഷം നെതന്യാഹു ആദ്യമായി തെൽ-അവീവ് ജില്ലാ കോടതിയിൽ ഹാജരായി. നെതന്യാഹുവിന് മാപ്പ് നൽകരുതെന്നാവശ്യപ്പെട്ട ഇസ്രായേലിൽ പ്രക്ഷോഭം ശക്തമാണ്. ദുബായിൽ നിന്ന് MCA നാസറും റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരിയും ചേരുന്നുണ്ട്. ആദ്യം നാസറിലേക്ക് പോവുകയാണ്. നാസർ, ഈ തുടക്കം മുതൽ തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഇതുവരെ ഗസ ആക്രമിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 കുട്ടികളെ ആക്രമിക്കുന്നു, ഇന്ന് വീണ്ടും ആക്രമണം ശക്തമാക്കുന്നു, 2 മരണം സ്ഥിരീകരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഗസയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇതിനകത്തിപ്പോൾ നടന്നിരിക്കുന്ന ഖാൻ യൂനിസിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിലാണ് ഫോട്ടോ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മഹ്മൂദ് വാദി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അറിയപ്പെടുന്ന ഒരു ഫോട്ടോ ജേർണലിസ്റ്റാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു മാധ്യമ പ്രവർത്തകന് ഈ ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ 250-ലേറെ മാധ്യമ പ്രവർത്തകരാണ് പിന്നിട്ട് 2 വർഷത്തെ വളരെ ആസൂത്രിതമായിട്ടുള്ള ഇസ്രായേലിന്റെ ക്രൂരതയിലൂടെ ഇല്ലാതായിരിക്കുന്നത്. ഇപ്പോൾ പോലും ഈ മാധ്യമ പ്രവർത്തകർക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നതിന്റെ സൂചന കൂടിയാണ് ഗസയിൽ നിന്നും ലഭ്യമാവുന്നത്. അതോടൊപ്പം തന്നെയാണ് വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലും ഹെബ്രോണിലും നടന്ന ആക്രമണങ്ങളിലാണ് 2 ഫലസ്തീനികളെ കൂടി ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റാമല്ലയിൽ ഇസ്രായേലിനെതിരെ ഫലസ്തീൻ പോരാളി നടത്തിയ ആക്രമണത്തിൽ 2 സൈനികർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. സ്ഥിതിഗതികൾ ഈ അർത്ഥത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഹമാസിന്റെ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് ഗസയിലേക്കുള്ള സഹായ വസ്തുക്കൾ വളരെ പരിമിതപ്പെട്ട തോതിൽ മാത്രമാണ് ഇപ്പോൾ പോലും ഇസ്രായേൽ നൽകുന്നത്. കാരണം കൂടുതൽ വസ്തുക്കളും മരുന്നും വെള്ളവും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും എത്തിക്കണമെന്നൊക്കെ കരാറിലുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇതുവരെ അത് നടപ്പായിട്ടില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ ആശുപത്രികളിൽ മരുന്നിന്റെ ലഭ്യതക്കുറവ് വലിയ തോതിൽ തന്നെ പ്രയാസം നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കളും ആവശ്യമായ വിധത്തിൽ ഗസയിലേക്ക് എത്തുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ള തടസ്സമായിട്ട് ഇപ്പോൾ ഗസയിലെ ഫലസ്തീനികൾ നേരിടുന്നത് താൽക്കാലിക വസതികളുടെ അഭാവമാണ്. കാരണം വളരെ പ്രതികൂലമാണ് കാലാവസ്ഥ, അതിശൈത്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് താൽക്കാലികമായിട്ടുള്ള ടെന്റുകളും മറ്റു ഉപകരണങ്ങളും എത്തിക്കണമെന്ന് കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഒന്നും ഇസ്രായേൽ ഇനിയും അംഗീകരിച്ചിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിലാണിപ്പോൾ ഇന്ന് ഖത്തറിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ഗസ വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വളരെ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് ഖത്തറിലെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ ചർച്ച കഴിഞ്ഞു. വെടിനിർത്തലിന് ശേഷവും നമ്മൾ കണ്ടതാണ് തുടർച്ചയായ ആക്രമണം. അതിനുശേഷം എത്രത്തോളം പേർ അവിടെ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ കണ്ടതാണ്. ഒപ്പം ഈ ഖത്തർ എന്താണ് പറയുന്നത്? 2ാം ഘട്ട ചർച്ചയ്ക്ക് മുന്നോടിയായി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ തീരുമാനിക്കുന്നത്? ഈ ഹമാസ് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്? ജീന, നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഒക്ടോബർ 10 ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിപ്പോൾ ഡിസംബർ 2 എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലും ഹമാസിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിരുന്ന എല്ലാ വ്യവസ്ഥകളും ഏറെക്കുറെ അവർ പാലിച്ചിട്ടുണ്ട്. ഇനി ബന്ദികളുടേതായിട്ടുള്ള മൃതദേഹങ്ങളിൽ 28 എണ്ണത്തിൽ 26 എണ്ണവും കൈമാറി കഴിഞ്ഞു. ഇനി 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആ മൃതദേഹവും വൈകാതെ തന്നെ ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയിട്ട് ആ മൃതദേഹവും കൈമാറുമെന്ന സൂചനയാണ് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പോലും കാരണം തങ്ങളുടേതായിട്ടുള്ള ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് പറഞ്ഞ ബന്ദികളുടെ കൈമാറ്റവും ബന്ദികളുടെ മൃതദേഹങ്ങളുടെ കൈമാറ്റവും ഏറെക്കുറെ പൂർണ്ണമായിട്ടുള്ള തോതിൽ നടപ്പാക്കി. പക്ഷെ അതേസമയം റഫ അതിർത്തി തുറക്കുക, ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിക്കുക, നിത്യം 600 ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് അനുവദിക്കുക എന്നത് ഉൾപ്പെടെയുള്ള ഈ വ്യവസ്ഥയിൽ പറഞ്ഞ കരാറുകൾ ഒന്നും തന്നെ പാലിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല ഈ പിന്നിട്ട 40 ദിവസത്തിലധികം
ദിവസത്തിലധികം നീളുന്ന ഈ വെടിനിർത്തൽ കാലയളവിൽ 500-ലധികം വെടിനിർത്തൽ ലംഘനങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. അതിലൂടെ 360-ലധികം പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. 1000-ഓളം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെയും വെടിനിർത്തൽ ലംഘനം എന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയായിട്ട് ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ചില ഉറപ്പുകൾ തങ്ങൾക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്ന കാര്യത്തിൽ, അതോടൊപ്പം തന്നെ സഹായം ലഭ്യമാക്കുന്ന കാര്യത്തിൽ, യുദ്ധാനന്തര ഗസയുടെ ഭരണ സംവിധാനത്തിന്റെ കാര്യത്തിൽ, യുദ്ധാനന്തര ഗസയുടെ സുരക്ഷയുടെ കാര്യത്തിലൊക്കെയും കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ വേണമെന്നാണ് കെയ്റോയിൽ സമാപിച്ച ചർച്ചയിൽ ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളെ തുർക്കിയെയും ഈജിപ്തിനെയും ഖത്തറിനെയും അറിയിച്ചിരിക്കുന്നത്. അക്കാര്യം അവർ അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇസ്രായേലുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. എന്തായാലും വൈറ്റ് ഹൗസിലേക്ക് നെതന്യാഹു പോകുന്നൊരു ഘട്ടത്തിൽ ഇതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്കാണ് നെതന്യാഹുവിനെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒന്ന്, അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ മാപ്പ് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടൽ അദ്ദേഹം തേടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് നെതന്യാഹുവിനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വെടിനിർത്തൽ കരാർ ഒരു നിലക്കും ലംഘിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിന്റെ തുടർ നീക്കങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വേണമെന്നുകൂടി ട്രംപ് നിർദ്ദേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് അമേരിക്കയും അഴിമതി കേസിൽ നെതന്യാഹുവിന് മാപ്പ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് അവിടെ പ്രക്ഷോഭം ശക്തമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരം? വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിലേക്കാണ് ഇസ്രായേൽ നീങ്ങുന്നത്. ഒരുപക്ഷെ നേരത്തെ പ്രവചിച്ചതിനേക്കാൾ അതിശക്തമായിട്ടുള്ള പ്രതികരണമാണ് താഴെത്തട്ടിൽ നിന്നും പ്രതിപക്ഷ ക്യാമ്പുകളിൽ നിന്നും രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ നിലവിലുള്ള 6 വർഷം മുമ്പാണ് ഈ 3 അഴിമതി കേസുകളിൽ, കൈക്കൂലി ഉൾപ്പെടെയുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ പല ഘട്ടങ്ങളിലും ഈ കോടതിയിൽ വിചാരണ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളാണ് നെതന്യാഹു നടത്തിക്കൊണ്ടിരുന്നത്. ഒടുവിൽ ട്രംപ് ഇസ്രായേലിൽ വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് തനിക്ക് മാപ്പ് നൽകാൻ ഇസ്രായേൽ പ്രസിഡന്റിനോട് ട്രംപ് തന്നെ അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ആ മാപ്പ് അഭ്യർത്ഥനയൊക്കെയും പ്രതിപക്ഷം തള്ളുകയായിരുന്നു. ഒടുവിലാണ് ഇപ്പോൾ ഗത്യന്തരമില്ലാതെ ഒരുപക്ഷെ ഈ കേസുകളിൽ വലിയ തോതിൽ തന്നെ നെതന്യാഹു ശിക്ഷിക്കപ്പെടും എന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ആ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോകാനുള്ള അനുകൂല സാഹചര്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രസിഡന്റ് ഹെർസോഗിന് നെതന്യാഹു കത്ത് കൈമാറിയിരിക്കുന്നത്. പക്ഷേ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഹെർസോഗിന് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക എളുപ്പമല്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡ് ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ നെതന്യാഹുവിന് മാപ്പ് നൽകാമെന്ന ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് തനിക്ക് സ്വീകാര്യമല്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ യായർ ലാപ്പിഡ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ പ്രതിപക്ഷ നേതാക്കളും പാർട്ടികളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. പൊതുസമൂഹവും ഇതിൽ ഒറ്റക്കെട്ടാണ്. കാരണം നിരവധി തെളിവുകൾ മാപ്പ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. MC നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഫലസ്തീന് $90 മില്യൺ സഹായവുമായി സൗദി അറേബ്യ രംഗത്ത്. നിലവിൽ നൽകുന്ന സഹായങ്ങൾക്ക് പുറമെയാണിത്. ജോർദാനിൽ വെച്ച് ഫലസ്തീൻ അംബാസിഡർ മുഖേനയാണ് തുക കൈമാറിയത്. ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെ തളർന്ന സാമ്പത്തിക രംഗത്തെ സഹായിക്കുകയാണ് ലക്ഷ്യം. വിവരങ്ങളുമായി റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരിയാണ് ചേരുന്നത്. മിഷാൽ, എങ്ങനെയാണ് തകർന്ന ഫലസ്തീന് സൗദി കൈത്താങ്ങാവുന്നത്? ഫലസ്തീൻ ജനതയുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി വീണ്ടും $9 കോടി കൂടി സാമ്പത്തിക സഹായം നൽകിയിരിക്കുകയാണ് സൗദി. ജോർദാനിലെ സൗദി എംബസിയിൽ വെച്ച് അംബാസഡർ പ്രിൻസ് മൻസൂർ ബിൻ ഖാലിദ് ബിൻ ഫർഹാൻ ഇന്നലെ ഫലസ്തീൻ ആക്ടിംഗ് ധനമന്ത്രി ഡോക്ടർ ഇസ്തിഫാൻ സലാമക്കാണ് ഈ ഒരു തുക ഔദ്യോഗികമായി കൈമാറിയത്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അവകാശങ്ങൾക്ക് പിന്തുണ തുടരുമെന്നും അദ്ദേഹം ഈ ഒരു അവസരത്തിൽ ഉറപ്പു നൽകുകയുണ്ടായി. ഫ്രാൻസുമായി ചേർന്ന് ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല അന്താരാഷ്ട്ര സമ്മേളനത്തിലും ദ്വിരാഷ്ട്ര പരിഹാരത്തിനായുള്ള സൗദിയുടെ ശ്രമങ്ങൾക്ക് വിജയകരമായ ഫലങ്ങൾ ലഭിച്ചതായും അദ്ദേഹം ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയുകയുണ്ടായി. ഫലസ്തീൻ മന്ത്രി ഡോക്ടർ ഇസ്തിഫാൻ സലാമ സൗദി അറേബ്യയുടെ തുടർച്ചയായ ഇത്തരത്തിലുള്ള സാമ്പത്തിക അതുപോലെ തന്നെ രാഷ്ട്രീയ പിന്തുണക്കും പ്രത്യേക അഭിനന്ദനവും അറിയിച്ചു. ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ നയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫലസ്തീൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കാൻ ഈ സഹായം ഉപകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടൊപ്പം ഗസക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ, അതുപോലെ ടെന്റുകൾ, വസ്ത്രങ്ങൾ, ഭക്ഷണം, മരുന്ന് തുടങ്ങിയവ
പ്രത്യേക ക്യാമ്പുകൾ സജ്ജീകരിച്ച് സൗദി നിലവിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഈജിപ്തിലേക്ക് ഇത്തരം വസ്തുക്കൾ വിമാനം വഴി എത്തിച്ച് പിന്നീട് അവിടുന്ന് ട്രക്കുകളിലാണ് ഇവ ഗസയിലേക്ക് കൊണ്ടുപോകുന്നത്. ഗസയിലേക്കുള്ള സഹായം തുടരുമെന്ന് സൗദിയിലെ കിങ് സൽമാൻ റിലീഫ് കേന്ദ്രം നിലവിൽ അറിയിച്ചിട്ടുമുണ്ട്. ശരി, മിഷാൽ ചെർപ്പുളശ്ശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാന വാർത്തകളിലേക്കാണ് ഇനി. UAE-യിലെ ദേശീയ ദിനാഘോഷവും ഖത്തറിലെ അറബ് കപ്പുമടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. ആദ്യം UAE ദേശീയ ദിനാഘോഷ വാർത്തകളിലേക്ക്. UAE-ക്ക് ഇന്ന് 54-ാമത് ദേശീയ ദിനം. വിവിധ എമിറേറ്റുകൾ ഒന്നിച്ച് ഒരു രാജ്യമായി മാറിയതിന്റെ വാർഷികമാണ് UAE ഐക്യത്തിന്റെ മഹോത്സവം എന്ന പേരിൽ ആഘോഷിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ വെടിക്കെട്ടും പരേഡും നടന്നു. വിവിധ പ്രവാസി സംഘടനകളും ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ്. ദുബായിൽ KMCC-യുടെ ആഘോഷം പുരോഗമിക്കുകയാണ്. മറ്റേതൊരു രാജ്യത്തെ അപേക്ഷിച്ചും തീർച്ചയായിട്ടും അത് UAE-ക്ക് സ്വന്തമാണ്. Next, we will have Dr. Anwar Amin. വേദിയിൽ നിന്നും ഷിനോജ് ഷംസുദ്ദീൻ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. ഷിനോജ്, എങ്ങനെയാണ് UAE-യുടെ ദേശീയ ദിനം രാജ്യം ആഘോഷിക്കുന്നത്? എന്തൊക്കെയാണ് പരിപാടികൾ? കഴിഞ്ഞ 3 ദിവസമായി UAE-യിൽ അവധിയായിരുന്നു. ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട് 3 ദിവസങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർണ്ണാഭമായ പരിപാടികളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പല കേന്ദ്രങ്ങളിൽ, പല ബീച്ചുകളിലൊക്കെ വെടിക്കെട്ടും അതേപോലെ തന്നെ വലിയ ബഹുജന സമ്മേളനങ്ങളും നടക്കുന്നുണ്ട്. അതേപോലെ പരേഡുകൾ നടക്കുന്നുണ്ട്. പ്രവാസി സംഘടനകളും വളരെ ആവേശപൂർവ്വമാണ് ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ നമ്മൾ മുഖ്യമന്ത്രി പങ്കെടുത്ത കേരളോത്സവത്തിന്റെ ദൃശ്യങ്ങളും വാർത്തകളും പങ്കുവച്ചിരുന്നു. ഇന്ന് മുസ്ലിം ലീഗിന്റെ പ്രവാസി കൂട്ടായ്മയായ ദുബൈയിലെ KMCC ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈദുൽ ഇത്തിഹാദ് എന്ന പേരിൽ തന്നെയാണ് അവർ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഐക്യത്തിന്റെ ആഘോഷം എന്നാണ് ഈ ഈദുൽ ഇത്തിഹാദ് എന്നതിന്റെ അർത്ഥം. ഈ വേദിയിൽ തന്നെ ആയിരക്കണക്കിന് പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. കുടുംബങ്ങളും കുട്ടികളും അടക്കം നിരവധി പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിന്റെ ഔദ്യോഗിക പരിപാടികൾ അല്പസമയം മുമ്പ് സമാപിച്ചു. സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വ്യാപാര രംഗത്തെ അബ്ദുള്ള പൊയിൽ, അതേപോലെ CJ റോയി, ഷഫീന യൂസുഫ് അലി തുടങ്ങിയവരെ ആദരിക്കുന്ന ചടങ്ങും ഇതിനോടൊപ്പം നടന്നിരുന്നു. ഇപ്പോൾ സിത്താര കൃഷ്ണകുമാർ നേതൃത്വം നൽകുന്ന പ്രൊജക്ട് മലബാറിക്കസിന്റെ ഗാനമേള പുരോഗമിക്കുകയാണ്. അത്തരത്തിൽ ദുബൈ എമിറേറ്റിന്റെയും 7 എമിറേറ്റുകളുടെയും വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ആഘോഷങ്ങളാണ് ഇപ്പോൾ UAE ദേശീയ ദിനത്തിന്റെ ഭാഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ജിന, ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്. ദേശീയ ദിനാഘോഷ നിറവിലാണ് UAE. രാജ്യമെമ്പാടും വിവിധ പരിപാടികളാണ് അരങ്ങേറുന്നത്. 12 കോടിയിലേറെ വിലയുള്ള പുതുപുത്തൻ ഫെറാറി കാറിൽ അലങ്കാരമൊരുക്കി UAE ദേശീയ ദിനം ആഘോഷിക്കുകയാണ് ദുബായിലെ ഒരു കോഴിക്കോട്ടുകാരൻ. കഴിഞ്ഞ 13 വർഷമായി ഷെഫീഖ് അബ്ദുറഹ്മാൻ ഈ പതിവ് തെറ്റിച്ചിട്ടില്ല. ഇത്തവണ തന്റെ പുതിയ 4-സ്റ്റാർ ഹോട്ടൽ കൂടി ഉദ്ഘാടനം ചെയ്താണ് ഇദ്ദേഹം ആഘോഷം കളറാക്കിയത്. ഫെറാരിയുടെ ആദ്യ 4-സീറ്റർ 4-ഡോർ കാർ ഫെറാറി പുറോസാങ്വേ 50 ലക്ഷം ദിർഹം അഥവാ 12.5 കോടി രൂപയിലേറെ വില വരുന്ന കാറിലാണ് ഷെഫീഖിന്റെ ഈദുൽ ഇത്തിഹാദ് അലങ്കാരങ്ങൾ. UAE രാഷ്ട്ര നേതാക്കളുടെ ചിത്രങ്ങൾക്കൊപ്പം 18 കാരറ്റ് സ്വർണത്തിൽ തീർത്ത ഡിസൈനുകളും കാർ അലങ്കരിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാറിൻ്റെ വില ഞാൻ പറയുന്നില്ല, കാരണം അതല്ല ഇപ്പോൾ ഇമ്പോർട്ടൻ്റ്. കാരണം ഈ നാടിനോട് എൻ്റെ സ്നേഹവും സന്തോഷവും അത് ഞാൻ എൻ്റെ സ്നേഹത്തോടെ കാണിക്കുന്നത്. ഞാൻ തുടർച്ചയായി 12 വർഷമായി അൽഹംദുലില്ലാ ഇത് ചെയ്യുന്നു. ഷെഫീഖ് നേതൃത്വം നൽകുന്ന AMR ഗ്രൂപ്പിന്റെ റാസൽ ഹൈമയിലെ അക്കേഷ്യ 4-സ്റ്റാർ ഹോട്ടലിന്റെ ഉദ്ഘാടന വേദിയിലാണ് ഈ കാർ ആദ്യമായി എത്തിച്ചത്. 320 റൂംസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എൻ്റെ സ്പാ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്വിമ്മിംഗ് പൂൾ, എല്ലാ ഫെസിലിറ്റീസും കൂടി കിട്ടുന്നത്.
റാസൽ ഖൈമ രാജകുടുംബാംഗങ്ങളും അറബ് പ്രമുഖരും ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിനെത്തിയിരുന്നു. മീഡിയ 1 റാസൽ ഖൈമ. രാജ്യത്തെ മുഴുവൻ വാണിജ്യ സ്ഥാപനങ്ങളിലും ഇലക്ട്രോണിക് പേയ്മെന്റ് സൗകര്യം ഉറപ്പുവരുത്തണമെന്ന് ഓർമ്മിപ്പിച്ച് ഒമാൻ വാണിജ്യ മന്ത്രാലയം. വ്യക്തിഗത അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്ന വ്യാപാര സ്ഥാപനങ്ങളെ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം പറയുന്നു. തജാവുക് പ്ലാറ്റ്ഫോം വഴി ഉപഭോക്താക്കൾക്ക് നേരിട്ട് പരാതികൾ സമർപ്പിക്കാമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഒമാനിൽ ഇ പേയ്മെന്റ് നിർബന്ധമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വാണിജ്യ മന്ത്രാലയം. ഇലക്ട്രോണിക് കാർഡ് പേയ്മെന്റുകൾ നിരസിക്കുകയും പകരം വ്യക്തിഗത അക്കൗണ്ട് ട്രാൻസ്ഫറുകൾ ആവശ്യപ്പെടുകയും ചെയ്താൽ അത്തരം വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം പറയുന്നുണ്ട്. ഇത്തരം രീതികൾ വാണിജ്യ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നതും ഉപഭോക്താക്കളുടെ സുരക്ഷയും സൗകര്യവും കുറക്കുന്നതുമാണെന്നും മന്ത്രാലയം പറയുന്നുണ്ട്. ഏതെങ്കിലും ബിസിനസ് സ്ഥാപനം ഇ പേയ്മെന്റ് സേവനം നൽകാതിരുന്നാലോ അത് ഉപയോഗിക്കുന്നതിന് അധിക നിരക്ക് ചുമത്തിയാലോ അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്യണം. പേയ്മെന്റ് ഉപകരണം മറച്ചുവെച്ചോ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉന്നയിച്ചോ സ്വകാര്യ അക്കൗണ്ട് ട്രാൻസ്ഫറിൽ നിർബന്ധിക്കുന്നവരുണ്ടാകും. അത്തരക്കാരെയും തജാവ് പ്ലാറ്റ്ഫോം വഴി റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. തജാവ് പ്ലാറ്റ്ഫോം വഴി ഉപഭോക്താക്കൾക്ക് നേരിട്ട് പരാതികൾ സമർപ്പിക്കാമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഇ പേയ്മെന്റ് സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ 100 റിയാലാണ് പിഴ. മോഷണം, വഞ്ചന, വ്യാജ ബില്ലിംഗ് എന്നിവ തടയലും ഇതിന്റെ ലക്ഷ്യങ്ങളാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മീഡിയ 1 മസ്കത്ത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയ ദിവസമാണിന്ന്. ഇതോടെ ഗൾഫ് കറൻസികളുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് കുത്തനെ ഉയർന്നു. ഒമാൻ റിയാലിന്റെ മൂല്യം ഇന്ന് സർവകാല റെക്കോർഡിലെത്തി. ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ ഇന്ന് നൽകിയത് ഒരു റിയാലിന് 233 രൂപയാണ്. എന്താണ് രൂപ ഇങ്ങനെ കൂപ്പുകുത്താനുള്ള കാരണം? പ്രവാസികൾക്ക് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും രാജ്യത്ത് സംഭവിക്കാനിരിക്കുന്നത് എന്താണ്? സാമ്പത്തിക വിദഗ്ധൻ അഡ്വക്കേറ്റ് ആർ മധുസൂദൻ പറയുന്നു. അമേരിക്കയുമായിട്ടുണ്ടായിട്ടുള്ള വ്യാപാര കരാർ ഒപ്പിടുന്നതിലുള്ള കാലതാമസവും അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് പലിശ നിരക്കിൽ വരുത്തിയ വർധനവും അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് ക്രിപ്റ്റോ കറൻസിയിൽ ഉണ്ടായിട്ടുള്ള ഇടിവും ഡോളർ ശക്തി ആർജിക്കാൻ കാരണമായിട്ടുണ്ട്. അത് ക്രിപ്റ്റോ കറൻസി ഇടിഞ്ഞപ്പോൾ തന്നെ ധാരാളം ആളുകൾ ക്രിപ്റ്റോ കറൻസിയിൽ നിന്നും ഡോളറിലേക്ക് തുക മാറ്റുകയും ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുകയും അങ്ങനെ ഡോളറിന് ധാരാളം ഡിമാൻഡ് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഗോൾഡ് ഇമ്പോർട്ടിലും അതുപോലെ തന്നെ സിൽവർ ഇമ്പോർട്ടിലും കാര്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഓയിൽ ഇമ്പോർട്ടിന് പുറമെയാണ്. അപ്പോൾ ഇത്തരം ഇമ്പോർട്ടുകൾക്കെല്ലാം വേണ്ടി തന്നെ ധാരാളം വിദേശ നാണ്യം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമൊക്കെ തന്നെ ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂട്ടാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. വലിയ രൂപയ്ക്ക് വലിയ ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ RBI ഫോറക്സ് മാർക്കറ്റിലിറങ്ങി ധാരാളം ഡോളർ വിറ്റഴിക്കാറുണ്ട്. പക്ഷേ ഇന്നേ ദിവസം RBI അങ്ങനെ ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. പ്രവാസികളെ സംബന്ധിച്ചോളം അവർ ആഹ്ലാദത്തിലാണ്. കാരണം അവർ അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം കിട്ടുന്നു എന്നുള്ളത് അവർക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം 2025 ജനുവരിയിൽ ഒരു ഒമാനി റിയാലിന് 222 രൂപയായിരുന്നു. അതിപ്പോൾ 233 രൂപ 35 പൈസ കിട്ടുന്നുണ്ട്. മറ്റൊരു വശം കൂടിയുണ്ട്. കാര്യം നമുക്കറിയാം, പ്രവാസികളും അല്ലാതെയുള്ള ആൾക്കാർ ധാരാളം കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് വിദേശ കറൻസികളിലും ഒക്കെ വായ്പ എടുത്തിട്ടുണ്ട്. വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടൂറിസത്തിന് പോകേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദേശത്തേക്ക് പൈസ അയക്കേണ്ട ആൾക്കാർ, ഇവർക്കെല്ലാം ഇത് വളരെയധികം ദോഷം ചെയ്യും. കാര്യം ഇന്നലെ വരെ ഒരു ഡോളറിന് 85 രൂപ കൊടുത്ത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഡോളറിന് ഇന്നിപ്പോൾ ഏകദേശം 90 രൂപയിലധികം കൊടുത്താൽ മാത്രമേ ഒരു ഡോളർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് മാത്രമല്ല, ഇമ്പോർട്ടൊക്കെ വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുണ്ട്. രാജ്യത്ത് വിലക്കയറ്റം ക്രമാതീതമായി ഉയരും. ഇങ്ങനെ ക്രമാതീതമായി ഉയരുന്നതുകൊണ്ട് നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതം കുറച്ച് ദുസ്സഹമാകുമെന്ന് പറയാതിരിക്കാൻ വയ്യ. ഡാർക്ക് വെബിൽ നിന്നും കൈവശപ്പെടുത്തിയ ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് ബഹ്റൈനിൽ വൻ നികുതി തട്ടിപ്പ്. പ്രതിയായ ഏഷ്യൻ പൗരന് 5 വർഷം തടവും 3000 ദിനാർ പിഴയും വിധിച്ചു കോടതി. 74,885 ദിനാറിന്റെ നികുതി തട്ടിപ്പ് നടത്തിയ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഏഷ്യൻ പൗരന് ബഹ്റൈനിൽ 5 വർഷം തടവും 3000 ദിനാർ പിഴയും. 27 ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ചാണ് ആസൂത്രിതമായി പ്രതി ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയത്. കമ്പനികളുടെ നികുതികളും സർക്കാർ ബില്ലുകളും അടയ്ക്കുന്നതിനായി മോഷ്ടിച്ചതോ അനധികൃതമായതോ ആയ ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. 5 വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ രാജ്യത്തുനിന്ന് നാടുകടത്താനും കോടതി ഉത്തരവുണ്ട്. അതേസമയം തട്ടിപ്പിൽ പങ്കാളിയാണെന്ന് ആരോപിച്ച് കേസിൽ പ്രതി ചേർക്കപ്പെട്ട
ബന്ധപ്പെട്ട മറ്റൊരു ഉദ്യോഗസ്ഥനെ കോടതി വെറുതെ വിട്ടു. കുറ്റകൃത്യത്തിൽ ഇയാൾ ഉൾപ്പെട്ടതിന് മതിയായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി വിധി. കാനഡ, US, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. നാഷണൽ റവന്യൂ അതോറിറ്റിയുടെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയും ബാങ്കിംഗ് കമ്പനിയുടെ ഗേറ്റ്വേ വഴിയും പണമടച്ചതിന് പിന്നിൽ ഏഷ്യൻ പൗരന്റെ പങ്ക് തെളിയിക്കാൻ സാധിച്ചു. ഈ കാർഡുകൾ മോഷണം പോയതോ അനധികൃതമായതോ ആണെന്ന് ബാങ്കുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡാർക്ക് വെബിൽ നിന്നാണ് പ്രതി ഇത്തരത്തിലുള്ള കാർഡുകൾ സ്വന്തമാക്കിയത്. മീഡിയ 1 ബഹ്റൈൻ. പ്രതിരോധ രംഗത്തെ ഹെലികോപ്റ്ററുകൾക്കുള്ള സ്പെയർ പാർട്സുകളും അനുബന്ധ ഉപകരണങ്ങളും സൗദിക്ക് നൽകാൻ അമേരിക്ക. ഇതിന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകി. കിരീടാവകാശിയുടെ വാഷിംഗ്ടൺ സന്ദർശനത്തിന് പിന്നാലെയാണ് തീരുമാനം. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായ F-35 സൗദിക്ക് നൽകാനും നേരത്തെ ധാരണയായിരുന്നു. $100 കോടി മൂല്യം വരുന്ന കരാറിനാണ് ധാരണയായത്. ഹെലികോപ്റ്റർ ഉപകരണങ്ങൾ, സ്പെയർ പാർട്സുകൾ, പ്രത്യേക പരിശീലനം എന്നിവയാണ് സൗദിക്ക് നൽകുക. അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗണാണ് ഇക്കാര്യം അറിയിച്ചത്. പൈലറ്റ് പരിശീലനം, സിമുലേഷൻ, ഓപ്പറേഷൻസ് ട്രെയിനിംഗ്, സുരക്ഷാ പ്രോട്ടോകോൾ പരിശീലനം തുടങ്ങിയ പരിശീലന പദ്ധതികളാണ് നൽകുക. കിരീടാവകാശിയുടെ വാഷിംഗ്ടൺ സന്ദർശനത്തിന് പിന്നാലെയാണ് തീരുമാനം. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകിയാലും US കോൺഗ്രസിന്റെ അനുമതി ഇതിൽ ആവശ്യമാണ്. ഇതിനായി പാക്കേജ് പ്ലാൻ കോൺഗ്രസിലേക്ക് ചർച്ചയ്ക്കായി അയച്ചിട്ടുണ്ട്. 30 ദിവസത്തിനകം കരാർ വേണമോ വേണ്ടയോ എന്ന് കോൺഗ്രസിന് തീരുമാനിക്കാം. മുൻ വർഷങ്ങളിലും പെന്റഗൺ അനുമതി നൽകിയിട്ടും കോൺഗ്രസ് ഇത് തടഞ്ഞിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായ F-35 സൗദിക്ക് നൽകാനും കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരണയായിരുന്നു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ വിദേശ വിമാന കമ്പനികൾക്ക് ആഭ്യന്തര റൂട്ടിൽ സർവീസ് നടത്താനുള്ള രണ്ടാമത്തെ ലൈസൻസ് അനുവദിച്ചു. അമേരിക്കൻ കമ്പനിയായ ഫ്ലെക്സ് ജെറ്റിനാണ് ലൈസൻസ് ലഭിച്ചത്. ആഭ്യന്തര റൂട്ടിൽ കൂടുതൽ കമ്പനികൾ എത്തുന്നത് നിരക്കിലും മത്സരത്തിന് ഗുണമാകുമെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ വിമാന കമ്പനിയായ ഫ്ലെക്സ് ജെറ്റിന് സൗദിയിൽ ആഭ്യന്തര പ്രൈവറ്റ് സർവീസുകൾ നടത്തുന്നതിനുള്ള ലൈസൻസ് ലഭിച്ചു. ഇതോടെ സൗദിയിൽ സർവീസിന് അനുമതി ലഭിക്കുന്ന രണ്ടാമത്തെ വിദേശ പ്രൈവറ്റ് ഏവിയേഷൻ കമ്പനിയായി ഫ്ലെക്സ് ജെറ്റ് മാറി. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ അനുമതി പത്രം കൈമാറി. ഗാക്ക എക്കണോമിക് പോളിസി ആൻഡ് ലോജിസ്റ്റിക്സ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അവദ് ബിൻ അത്തല്ല അൽ സലാമി ഫ്ലെക്സ് ജെറ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ബെൻ വാട്സന് സർട്ടിഫിക്കറ്റ് കൈമാറി. ഈ വർഷം മെയ് 1 മുതലാണ് വിദേശ പ്രൈവറ്റ് എയർക്രാഫ്റ്റുകളെ ആഭ്യന്തര സർവീസിന് അനുവദിച്ചു തുടങ്ങിയത്. സെക്ടറിൽ കൂടുതൽ വിമാന കമ്പനികൾ എത്തുന്നത് നിരക്ക് കുറയുന്നതിനും തിരക്ക് കുറക്കുന്നതിനും സഹായിക്കും. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമാം. പരസ്യ നിയമത്തിൽ കർശന മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ് ബഹ്റൈൻ. ഇത് സംബന്ധിച്ച നിയമ ഭേദഗതി ശൂറ കൌൺസിൽ അംഗീകരിച്ചു. നിയമം നടപ്പിലായാൽ പരസ്യമേഖലയിലെ നിയമലംഘനങ്ങൾക്ക് 20,000 ദിനാർ വരെ പിഴ ചുമത്തും. ബഹ്റൈനിലെ പരസ്യ നിയമം കർശനമാക്കാനുള്ള നിയമ ഭേദഗതി ഐക്യകണ്ഠേന അംഗീകരിച്ച് ഷൂറ കൌൺസിൽ. പരസ്യമേഖലയിലെ നിയമലംഘനങ്ങൾ തടയാനും മേഖലയെ ആധുനികവൽക്കരിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ നീക്കം. പരസ്യ നിയമത്തിലെ പുതിയ ഭേദഗതി നടപ്പിലായാൽ നിയമലംഘനത്തിന് 20,000 ദിനാർ വരെ പിഴ ചുമത്താൻ സാധിക്കും. അതോടൊപ്പം നിയമവിരുദ്ധമായി സ്ഥാപിച്ച സ്വകാര്യ സ്ഥാപനങ്ങളുടെ പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യേണ്ടിയും വരും. പരസ്യമേഖലയുമായി ബന്ധപ്പെട്ട് ബഹ്റൈനിൽ നിലവിലുള്ള നിയമം 50 വർഷങ്ങൾക്ക് മുൻപ് രൂപീകരിച്ചതാണെന്ന് മുനിസിപ്പാലിറ്റി കൃഷികാര്യ വകുപ്പ് മന്ത്രി വായിൽ അൽ മുബാറക് ചൂണ്ടിക്കാട്ടി. അന്ന് പരസ്യ വിപണി ഇന്നത്തെ പോലെ ആയിരുന്നില്ലെന്നും മാർക്കറ്റ് ഒരുപാട് വളരുകയും പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പരസ്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവരേണ്ടത് രാജ്യത്തിന്റെ അനിവാര്യതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1, ബഹ്റൈൻ. ബഹ്റൈൻ മെട്രോ പദ്ധതി ഉടൻ ഉണ്ടാകും. പദ്ധതി സംബന്ധിച്ച തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണെന്നും ആദ്യഘട്ട ടെൻഡർ ഉടൻ ഉണ്ടാകുമെന്നും ബഹ്റൈൻ ഗതാഗത മന്ത്രി വ്യക്തമാക്കി. ഗതാഗത മേഖലയിൽ ബഹ്റൈൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മെട്രോ റെയിൽവേ പദ്ധതി ഉടനുണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ അഹമ്മദ് അൽ ഖലീഫ. പദ്ധതിയുടെ ആദ്യഘട്ട ടെൻഡർ ഉടനുണ്ടാകുമെന്നും തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് ബഹ്റൈൻ സംഘടിപ്പിച്ച പാനൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെട്രോ സിസ്റ്റമാണോ മോണോ റെയിലാണോ രാജ്യത്തെ ഏറ്റവും അനുയോജ്യമായ പദ്ധതി എന്നതിനെക്കുറിച്ച് വിദഗ്ധ സംഘം വിലയിരുത്തി വരികയാണ്. ഇതിലെ വിശദമായ പഠനത്തിന് ശേഷമാകും ഒന്നാം ഘട്ടത്തിന്റെ ടെൻഡർ നടപടികളിലേക്ക് രാജ്യം കടക്കുക. 29 കിലോമീറ്റർ ദൂരം പിന്നിടുന്ന തരത്തിലായിരിക്കും ആദ്യഘട്ട പദ്ധതി. പ്രധാനപ്പെട്ട 2 ലൈനുകളിലായി 20 സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടും. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ സീഫുമായി ബന്ധിപ്പിക്കുന്നതാകും ആദ്യ പാത. ജുഫേർ വഴി ഡിപ്ലോമാറ്റിക് ഏരിയ, സൽമാനിയ എന്നിവിടങ്ങളിലൂടെ കടന്ന് ഇസ ടൗണിൽ അവസാനിക്കുന്ന തരത്തിലാകും രണ്ടാം ലൈൻ. ആഭ്യന്തര മെട്രോ ശൃംഖലയുടെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിനൊപ്പം ഗൾഫ് രാജ്യങ്ങളെ ആകെ ബന്ധിപ്പിക്കുന്ന GCC റെയിൽവേ പ്രൊജക്ടിന്റെ സംയോജനത്തിനും ബഹ്റൈൻ പ്രധാന പരിഗണന നൽകുമെന്നും ചർച്ചയിൽ ഗതാഗത മന്ത്രി വ്യക്തമാക്കി. മീഡിയ 1, ബഹ്റൈൻ.
BPK ബാഡ്മിന്റൺ സൂപ്പർ ലീഗ് സീസൺ 3 സമാപിച്ചു. ഏരീസ് വിക്ടർ കിരീടം നേടി. 2 ദിവസത്തെ മത്സരങ്ങളിൽ നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങൾ പങ്കെടുത്തു. കുവൈത്തിലെ ഏറ്റവും വലിയ ബാഡ്മിന്റൺ ടൂർണമെന്റുകളിൽ ഒന്നായ BPK ബാഡ്മിന്റൺ സൂപ്പർ ലീഗ് സീസൺ 3 അഹമ്മദിയിലെ ഐസ്മാഷ് ഇൻഡോർ കോർട്ടിൽ സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ലീഗിൽ 100 കണക്കിന് താരങ്ങൾ 10 ടീമുകൾക്കായി മത്സരിച്ചു. വാശിയേറിയ ഫൈനലിൽ യുണൈറ്റഡ് സ്പോർട്സ് ക്ലബിനെ തോൽപ്പിച്ചാണ് ടീം വിക്ടർ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത്. നേരത്തെ സെമിഫൈനലിൽ ടീം വിക്ടർ എലൈറ്റ് ബാഡ്മിന്റൺ ക്ലബിനെയും യുണൈറ്റഡ് സ്പോർട്സ് ക്ലബ് ടീം 530യെ മറികടന്നാണ് ഫൈനലിലെത്തിയത്. കുവൈത്ത്, ഇന്ത്യ, പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ്, ഈജിപ്ത്, ലെബനോൺ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ലീഗിൽ പങ്കെടുത്തു. കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതൽ മികച്ച പങ്കാളിത്തമാണ് ഉണ്ടായതെന്ന് BPK ഭാരവാഹികൾ പറഞ്ഞു. 800-ലധികം കളിക്കാരുടെ റാങ്കിംഗ്, ടൂർണമെന്റ് കലണ്ടർ, നിയമങ്ങൾ, സാങ്കേതിക പിന്തുണ എന്നിവ കുവൈത്തിൽ BPK ഏകോപിപ്പിച്ചു വരുന്നു. രാജ്യത്ത് നടക്കുന്ന ഭൂരിപക്ഷം ബാഡ്മിന്റൺ ടൂർണമെന്റുകളും BPKയുടെ റാങ്കിംഗ് സംവിധാനവും നിയമങ്ങളുമാണ് പിന്തുടരുന്നത്. മത്സര ഇടവേളയിൽ DK ഡാൻസ് അക്കാദമി അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. കൂടാതെ CBSE സ്റ്റേറ്റ് മത്സരങ്ങളിൽ വിജയിച്ച കുവൈത്തിലെ ഇന്ത്യൻ യുവതാരങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയാണ്. ജിദ്ദയിലും മക്കയിലും മദീനയുടെ ചില ഭാഗങ്ങളിലും മഴയെത്തിയിട്ടുണ്ട്. ത്വായിഫിലും അസീർ, അൽബാഖ തുടങ്ങിയ മേഖലയിലും മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. കാലാവസ്ഥാ മാറ്റത്തോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ തണുപ്പും വർദ്ധിച്ചു. ഇന്നലെ മുതൽ രാജ്യത്ത് ശീതകാലത്തിന് തുടക്കമായിരുന്നു. ഇതോടെ വിവിധ പ്രദേശങ്ങൾ പതിയെ തണുപ്പിലേക്കു നീങ്ങി. അബഹയിൽ ഇന്ന് 5 ഡിഗ്രിയും കമീസ് മുഷൈത്തിൽ ഇന്ന് 6 ഡിഗ്രിയുമാണ് കുറഞ്ഞ താപനില. അൽ ഖുറയാത്ത്, തുറൈഫ് എന്നിവിടങ്ങളിലും താപനില കുറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട മഴ തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. മക്ക, മദീന, ജീസാൻ, അസീർ, അൽബഹ, വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്നും മഴയെത്തി. കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളടക്കമുള്ള ആളുകൾ മാസ്ക് ധരിക്കാനും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. മഴ കനക്കുന്നതോടുകൂടി സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ തണുപ്പേറും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. 2030 റിയാദ് എക്സ്പോയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള കരാർ സൗദി അറേബ്യ കൈമാറി. ബ്രിട്ടീഷ് കമ്പനിയായ ബ്യൂറോ ഹാപ്പോൾഡിനാണ് കരാർ ലഭിച്ചത്. 197 രാജ്യങ്ങൾ എക്സ്പോയുടെ ഭാഗമാകും. 2030 ഒക്ടോബർ 1 മുതലായിരിക്കും എക്സ്പോയ്ക്ക് തുടക്കമാവുക. 60 ലക്ഷം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള സൈറ്റിലാണ് എക്സ്പോ സംഘടിപ്പിക്കുക. അടിസ്ഥാന സൗകര്യങ്ങൾ, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവ ഉൾപ്പെടുന്ന വിശദമായ മാസ്റ്റർ പ്ലാൻ രൂപകൽപ്പന ചെയ്യുന്നതിനാണ് കരാർ. ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനമായ ബ്യൂറോ ഹാപ്പോൾഡിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള ചുമതല. 197 രാജ്യങ്ങൾ എക്സ്പോയിൽ പങ്കെടുക്കും. 42 ദശലക്ഷത്തിലധികം സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത്. റിയാദ് എയർപോർട്ടിന് സമീപമാണ് വേദി. എക്സ്പോയിലൂടെ $64 ബില്യൺ വരുമാനം നേടാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും നിർമ്മാണം പൂർത്തിയാക്കുക. 2030 ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെ എക്സ്പോ തുടരും. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സിറിയയിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നത് തുടർന്ന് സൗദി അറേബ്യ. റിഫ്, ദിമഷ്ക് ഗവർണറേറ്റിലെ ദൗമയിലും ദറിയയിലും കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള പദ്ധതി പുരോഗമിക്കുകയാണെന്ന് KS റിലീഫ് സെന്റർ അറിയിച്ചു. സിറിയൻ സിവിൽ ഡിഫൻസ് വിഭാഗവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. നീക്കം ചെയ്യുന്ന അവശിഷ്ടങ്ങൾ റീസൈക്ലിംഗ് ചെയ്ത് പുനർനിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്താനും പദ്ധതിയുണ്ട്. ദേശീയദിനം ആഘോഷിക്കുന്ന UAEക്ക് കുവൈത്തിന്റെ ആശംസ. ആഘോഷ ദിനത്തിൽ അഭിനന്ദനവും ആശംസയും അറിയിച്ച കുവൈത്ത് അമീർ UAE പ്രസിഡന്റിന് സന്ദേശം അയച്ചു. UAEയിലെ വിപുലമായ നേട്ടങ്ങളെയും വികസനങ്ങളെയും അമീർ സന്ദേശത്തിൽ പ്രശംസിച്ചു. UAEക്ക് കൂടുതൽ പുരോഗതിയും വികസനവും കൈവരട്ടെയെന്നും അമീർ ആശംസിച്ചു. ദേശീയദിനത്തിൽ കുവൈത്ത് കിരീടാവകാശിയും പ്രധാനമന്ത്രിയും UAE പ്രസിഡന്റിന് ആശംസാ സന്ദേശം അയച്ചു. ഷാർജയിൽ നവീകരിച്ച സ്വാതന്ത്ര്യ ചതുരം തുറന്നു. ഷാർജ ഭരണാധികാരിയാണ് UAE ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യമായതിന്റെ ചരിത്രം പറയുന്ന സ്മാരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സ്മാരകം നവീകരിച്ചതിനൊപ്പം സമീപത്തെ കെട്ടിടങ്ങളും സൗകര്യങ്ങളും നവീകരിച്ചിട്ടുണ്ട്. ഇതോട് ചേർന്ന് പുതുക്കി പണിത ഇമാം നവവി മസ്ജിദും ഭരണാധികാരി ഉദ്ഘാടനം ചെയ്തു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധി സംഘം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ദുബായിൽ കൂടിക്കാഴ്ച നടത്തി. പ്രവാസി സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുമെന്നും അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
54 വർഷം മുൻപ് UAE എന്ന രാജ്യം പിറന്ന അതേ ദിവസം UAEയിൽ പിറന്ന ഒരു മലയാളിയുണ്ട് ദുബായിൽ. ജന്മദിനത്തിന്റെ പ്രത്യേകത കൊണ്ട് UAE ബോയ് എന്നറിയപ്പെടുന്ന ആ തിരൂർ സ്വദേശിക്ക് എല്ലാ UAE ദേശീയ ദിനവും ഇരട്ടി മധുരമുള്ള സ്വന്തം ജന്മദിനം കൂടിയാണ്. തിരൂർ സ്വദേശി ഷമീം യൂസഫിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റാണിത്. 1971 ഡിസംബർ 2. UAE രൂപീകൃതമായ അന്ന് ദുബൈയിലെ മക്തൂം ആശുപത്രിയിലാണ് ഷമീം യൂസഫിൻ്റെ ജനനം. അപ്പോൾ ജനിച്ച ഹോസ്പിറ്റലൊക്കെ ഇപ്പോൾ ഉണ്ടോ? ജനിച്ച ഹോസ്പിറ്റലിൽ ഇപ്പോൾ അവിടെ അത് പൊളിച്ചുപോയി. അവിടെ ഇപ്പോൾ വേറൊരു വലിയ ഒരു കമേർഷ്യൽ ബിൽഡിംഗ് വന്നിരിക്കുകയാണ്. അപ്പോൾ മക്തൂം ഹോസ്പിറ്റൽ പൊളിക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. 1969 ഒരു ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനിയിൽ ഉദ്യോഗസ്ഥനായി ദുബൈയിലെത്തിയതാണ് ഷമീമിൻ്റെ പിതാവും നിയമവിദഗ്ധനുമായ യൂസഫ് ഹാജി. അടുത്ത വർഷം ഉമ്മ സഹീദയും ദുബൈയിലെത്തി. കുടുംബത്തോടൊപ്പം ഗൾഫിൽ കഴിയുന്ന പ്രവാസികൾ ഏറെ വിരളമായ കാലമാണ് 1971. UAE പിറന്ന അന്നേ ദിവസം UAEയിൽ തന്നെ പിറന്നതിനാൽ കൂട്ടുകാർക്കിടയിൽ ഇപ്പോഴും UAE ബോയ് എന്നാണ് ഷമീം അറിയപ്പെടുന്നത്. UAE നാഷണൽ ഡേക്ക് UAEയിൽ, അതായത് ദുബായിൽ ജനിച്ച ഏക മലയാളി എന്നുള്ള രീതിയിൽ ആവാം അങ്ങനെ ഒരു UAE ബോയ് എന്നുള്ളൊരു പേര് വീണത്. വേറെ ആരും എൻ്റെ പരിചയത്തിൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഒരു ഇന്ത്യക്കാരെ പോലും ഞാൻ കണ്ടിട്ടില്ല. മേ ബി അന്നത്തെ കാലത്ത് അധികം ഫാമിലീസ് ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാവാം. ദുബൈയിലെ റീജൻസി ഗ്രൂപ്പിൽ ജനറൽ മാനേജറായി സേവനമനുഷ്ഠിക്കുന്ന ഷമീം യൂസഫ് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 2 പുസ്തകങ്ങൾ പുറത്തിറക്കിയ എഴുത്തുകാരൻ കൂടിയാണ്. അതിലൊന്ന് മരുഭൂമിയിൽ നിന്ന് മാഴ്സിലേക്ക് വരെ വളർന്ന UAE കുറിച്ചാണ്. ഇസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ ഒരു കോട്ടുണ്ട്. അതായത് അവർ അംബിഷൻ ഷുഡ് സ്റ്റാർട്ട് സ്കൈ എബവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ ഒരു ആശയത്തിൽ ഇൻസ്പയർ ചെയ്തിട്ടാണ് വൈ സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് ഇൻ ദുബായ്. ലോകം മുഴുവൻ UAEക്ക് 54ാമത് ദേശീയ ദിനാഘോഷം നേരുമ്പോൾ ഈ മലയാളിക്ക് നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ നേരാം. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്. ഹാപ്പി UAE നാഷണൽ ഡേ, 54th UAE നാഷണൽ. താങ്ക് യു. ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിൽ കരുത്തരായ മൊറോക്കോയ്ക്ക് ജയം. കോമറോസിനെയാണ് ആഫ്രിക്കൻ സംഘം തോൽപ്പിച്ചത്. ഈജിപ്ത് കുവൈത്ത് മത്സരം സമനിലയിലായി. സൗദി ഒമാൻ പോരാട്ടം പുരോഗമിക്കുകയാണ്. മുഹമ്മദ് അബ്ബാസ് ചേതന്റെ വിശദാംശങ്ങൾ നൽകാനായി. അബ്ബാസ്, സൗദി ഒമാൻ പോരാട്ടം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം തന്നെ ഈ മൊറോക്കോയുടെ പ്രകടനം എങ്ങനെയായിരുന്നു മത്സരത്തിൽ? ചീന ഫിഫ അറബ് കപ്പിന്റെ 2ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് ആദ്യത്തെ പോരാട്ടം മൊറോക്കോയും കോമറോസ് ഐലൻഡും തമ്മിലായിരുന്നു. ഇതിൽ 1-3 ഗോളുകൾക്ക് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ കോമറോസിനെ തോൽപ്പിക്കുകയുണ്ടായി. ഈ ഗോളുകളെല്ലാം മൊറോക്കോയുടെ 3 ഗോളുകൾ വന്നത് ആദ്യ പകുതിയിലായിരുന്നു. 5ാമത്തെ മിനിറ്റിൽ തന്നെ മൊറോക്കോ ലീഡ് നേടുന്നു. തൊട്ട് 11ാമത്തെ മിനിറ്റിൽ 2ാമത്തെ ഗോൾ നേടുന്നു. പിന്നീട് ആദ്യ പകുതിയുടെ അധിക സമയത്ത് 3ാമത്തെ ഗോൾ നേടുന്നു. പിന്നീട് മൊറോക്കോ വഴങ്ങേണ്ടി വന്നത് ഒരു ഓൺ ഗോളാണ്. അങ്ങനെ 1-3 ഗോളിന് ഈ ടൂർണമെന്റിലെ ഏറ്റവും കരുത്തരായ ടീം, ഈ ട്രോഫി അടിക്കാൻ, കിരീടം നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ടീം ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ വിജയത്തോടു കൂടി ഈ ടൂർണമെന്റിൽ അവരുടെ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. 2ാമത്തെ കളി നടന്നത് കുവൈത്തും അതുപോലെ ഈജിപ്തും തമ്മിലായിരുന്നു. ഈ മത്സരം 1-1 സമനിലയായി. ഏറ്റവും ഒടുവിൽ ഒരു ഗോൾ തിരിച്ചടിച്ചാണ് ഈജിപ്ത് അതിന്റെ സമനില ഗോൾ നേടുന്നത്. പിന്നീട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരം പുരോഗമിക്കുകയാണ്. സൗദിയും ഒമാനും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഏകദേശം 35-40 മിനിറ്റ് കഴിയുന്ന വേളയിൽ ഈ 2 ടീമുകളും ഗോളൊന്നും നേടിയിട്ടില്ല. നമ്മളിപ്പോഴുള്ളത് ഈ മത്സരങ്ങളുടെ എല്ലാം, ഈ ടൂർണമെന്റിന്റെ മൊത്തം ആവേശം അലയടിക്കുന്ന സൂക്കു വഖഫിലാണ്. നമ്മുടെ കൂടെ കുറച്ച് മലയാളികൾ കൂടി ചേരുന്നുണ്ട് അല്ലേ? കളി കാണാൻ പോയോ? ഇന്നലെ കളി കാണാൻ പോയിരുന്നു. ഖത്തറും പലസ്തീനും മാച്ച് കണ്ടിരുന്നു. അടിപൊളി മാച്ചായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആണല്ലേ? ഫലസ്തീനത്തിൽ ജയിച്ചല്ലോ. 95th മിനിറ്റിന് ഒരു സ്കോർ. അവിടുന്ന് നമ്മൾ പോയ ഗിഫ്റ്റും പിന്നെ ഒരാട് നല്ല സ്ഥലമേനോ നല്ല. കളി കാണാൻ പോയോ? പോയി. നിങ്ങൾ പോയോ? എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ കളി? അടിപൊളിയായിരുന്നു. ഈ സൂക്കു വാക്കിഫിൽ ഒരു ആവേശം
അതെ നല്ലതാണ്. ഈ ഒരു വൈബ് ആഘോഷിക്കാൻ വന്നതാണ് നിങ്ങൾ? ഈ ഒരു വൈബ് ആഘോഷിക്കാൻ വന്നതാണ് ഇവിടെ. നാട്ടിൽ നിന്ന് എവിടുന്നാ? നാട് തലശ്ശേരിയാണ്. തലശ്ശേരി. അതെ അതെ. എങ്ങനെയുണ്ട്? നന്നായിരുന്നു. ഒരു ഓളം, ഒരു വൈബൊക്കെ എങ്ങനെയുണ്ട്? നല്ല വൈബാണ് ഇവിടെ, നല്ല അടിപൊളിയായിരുന്നു. ആണല്ലേ? അപ്പോ ഇവിടെ ഈ സൂക്ക് വാക്കിഫിൽ നിലവിൽ അൾജീരിയയുടെ ആരാധകരുണ്ട്, മൊറോക്കോയുടെ ആരാധകരുണ്ട്, അതുപോലെ സൗദിയുടെ മറ്റ് ടീമുകളുടെ ഒക്കെ ആരാധകർ ഇവിടെയുണ്ട്. കളി കഴിഞ്ഞാൽ ഒത്തുചേരുന്ന ഒരു സ്ഥലമായി സൂക്ക് വാക്കിഫ് മാറുകയാണ്. ആയിരക്കണക്കിന് ആരാധകരെ കൊണ്ട് ഈ ഒരു തെരുവ് നിറഞ്ഞു തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഫിഫ അറബ് കപ്പിലെ ആവേശം അങ്ങനെ രണ്ടാം ദിവസവും കടന്നു മുന്നേറുകയാണ്. ഗ്രൂപ്പ് ബിയിലെയും ഗ്രൂപ്പ് സിയിലെയും കളികളാണ് ഇന്നുണ്ടായിരുന്നത്. അതിലേതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മൊറോക്കോ എന്ന് പറയുന്ന ആഫ്രിക്കൻ കരുത്തന്മാർ അടുത്ത അവരുടെ ക്യാമ്പയിൻ, ഈ ടൂർണമെന്റിന്റെ ക്യാമ്പയിൻ അതിഗംഭീരമായ വിജയത്തോടു കൂടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സൂക്ക് വാക്കിഫിൽ നിന്ന് ജീന. ശരി, ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിന്റെ രണ്ടാം ദിനമായി ഇന്ന് കരുത്തരായ മൊറോക്കോയ്ക്ക് ആദ്യ മത്സരത്തിൽ മൊറോക്കോയ്ക്കാണ് ജയം. ഇപ്പോൾ സൗദി ഒമാൻ പോരാട്ടം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളാണ് മുഹമ്മദ് അബ്ബാസ് നൽകിയത്. മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ അവകാശമില്ലെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. നാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന ഭരണം വേണമെന്ന് പറയുന്നു പ്രവാസികളിൽ പലരും. UAE-യിലെ റാസൽ ഹൈമയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നാട്ടിൽ തെരഞ്ഞെടുപ്പ് ആവേശം മുറ്റി നിൽക്കുമ്പോൾ ഇവിടെ ദേശീയ ദിനാഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. കിലോമീറ്ററുകൾക്കകലെ അക്കരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്നുണ്ടെങ്കിലും പ്രവാസികൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ചില നിലപാടുകളുണ്ട്. വോട്ട് ചെയ്യാൻ നിർവാഹമില്ലെങ്കിൽ പോലും അവർക്ക് ആ നിലപാടുകൾ പറയാൻ അവസരം നൽകുകയാണ് നമ്മൾ. ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്? ഏത് മുനിസിപ്പാലിറ്റിയിലാണ് അല്ലെങ്കിൽ ഏത് പഞ്ചായത്തിലാണ് വോട്ട് രേഖപ്പെടുത്താൻ ശരിക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്? എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര നെടുവത്തൂർ പഞ്ചായത്താണ് വരുന്നത്. അവിടെ ഇപ്പോൾ പുതിയ തലമുറകളാണ് കൂടുതൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഉള്ളത്. ഇപ്പം നിലവിൽ അവിടെ എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പഞ്ചായത്തിലും മറ്റേ വാർഡിലൊക്കെ? പഴയ കഴിഞ്ഞൊരു 30 വർഷമായിട്ടുള്ള എൻ്റെ കാണുന്നൊരു കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങളൊന്നും കാണാനില്ല. പഴയ റോഡുകളും പഴയ പൊളിഞ്ഞെട്ടിയ സാധനങ്ങളും വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ടാറിങ്ങോ കാര്യങ്ങളോ അതൊക്കെ ചെയ്തിട്ട് അത് വികസനം നടക്കുന്നുള്ളതല്ലാണ്ട് ആൾക്കാർക്ക് തൊഴിൽ മേലേക്ക് പുതിയ മേലുള്ള വരാനുള്ള സംവിധാനങ്ങളോ അതൊക്കെ പഞ്ചായത്തിൽ തന്നെ വരാനുള്ള സംവിധാനം വരണം. നിലവിലെ ഏത് പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്? അതിൽ എന്തെങ്കിലും മാറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇപ്രാവശ്യം? തീർച്ചയായിട്ടും ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. പുതിയ മാറ്റങ്ങൾ വരണം. പുതിയ ആൾക്കാർ വരുന്ന സമയത്തല്ല അതിൻ്റെ എല്ലാം മുന്നോട്ട് വരാൻ സാധ്യതയുള്ളൂ. ഏത് പഞ്ചായത്താണ്? എന്താണ് മാറ്റം പ്രതീക്ഷിക്കുന്നത്? ഞാൻ വെള്ളനാട് പഞ്ചായത്തിലാണ്, തിരുവനന്തപുരം ജില്ലയിൽ. മാറ്റം പ്രതീക്ഷിക്കുന്നത് ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം ഈ അടിസ്ഥാന വികസനങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ ഒരു സ്ഥാനമില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഈ ലക്ഷങ്ങൾ മുടക്കിയുള്ള ചെറിയ ഈ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കുന്നതും മറ്റൊക്കെ കഴിഞ്ഞിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ് ഗതാഗതം, അതുപോലുള്ള ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന പുതിയ ജനത മുന്നോട്ട് വരണമെന്നാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അപ്പുറമാകണം. പിന്നെ തീർച്ചയായിട്ടും ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ആരുമില്ലല്ലോ. അടുത്തൊരു പാർട്ടി വന്ന് നോക്കട്ടെ, അത് തന്നെയാണ്. ഒരു മാസം മുമ്പ് പ്രവാസിയായ ആളാണ്, അതുകൊണ്ട് നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും അല്ലേ? എവിടെയാണ് നാട്ടിൽ? കണ്ണൂരാണ്. കണ്ണൂർ. എങ്ങനെയുണ്ട് അവിടുത്തെ രാഷ്ട്രീയം? അവിടെ ഭയങ്കര സ്ട്രോങ് അല്ലേ? കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഭയങ്കര പേരിട്ട സ്ഥലമല്ലേ? ഞാൻ കണ്ണൂർ കോർപ്പറേഷൻ ഇതില് പരിധിയിലെ വരിക. എങ്ങനെയുണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് അവിടുത്തെ പ്രതീക്ഷകൾ? ഞാൻ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ചൂട് തുടങ്ങിയൊരു സമയമാണ്. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയാണെങ്കിലും പ്രഖ്യാപിച്ചത്. വലിയൊരു മാറ്റം കാണുന്നുണ്ട്. സാധാരണ പോസ്റ്ററിനെല്ലാം ഉപരി പ്രാവശ്യം പിന്നെ സോഷ്യൽ മീഡിയ ഇതൊക്കെ ആയിട്ട് ഭയങ്കര, പിന്നെ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്രാവശ്യം ഇറങ്ങിയതായിട്ട് കാണുന്നുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വലിയൊരു മാറ്റി പ്രാവശ്യം പ്രതീക്ഷിക്കുന്നുണ്ട്, ഉണ്ടാവും. ചെറുപ്പക്കാരുടെ ഭരണത്തിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പോകുമെന്നാണോ? ഒരു മാറ്റം അനിവാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചേഞ്ച് എന്തായാലും ഇപ്രാവശ്യം ഉണ്ടാവും. പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനത്തെ ക്യാമ്പയിനൊക്കെ ആയിട്ട് ഭയങ്കര സ്ട്രോങ്. നിലവിൽ ആരാ അവിടെ ഭരിക്കുന്നതൊക്കെ? അവിടെ നിലവിലിപ്പോൾ കോൺഗ്രസ് ആണ്, UDF ആണ് ഉള്ളത്. പിന്നെ മേയറും ഒക്കെ ആയിട്ട് UDF ആണ് നിലവിലുള്ളത്. ഭരണമാറ്റം ഉണ്ടാവുമോ? അത് ഒന്നും പറയാൻ പറ്റില്ല. രണ്ടാൾക്കും ഈക്വൽ ആയിട്ടൊരു ചാൻസ് ഉള്ള സ്ഥലമാണ് കണ്ണൂർ പൊതുവെ കോർപ്പറേഷനിൽ.
വോട്ട് മിസ്സായില്ല ഇപ്രാവശ്യം? ഇപ്രാവശ്യം ഒരു വോട്ട് മിസ്സായിട്ടുണ്ട്. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് നമ്മളെ ഗ്രാമങ്ങളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ? നമ്മൾ ഗൾഫിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മളെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ എല്ലാറ്റിൻ്റെയും ഒരു എക്സ്ട്രീം വികസനം കാണുന്നൊരു സ്ഥലമാണ് ഇവിടെ. അപ്പം നമ്മൾ മൊത്തത്തിൽ പ്രവാസികൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പലതരം വിഷമങ്ങൾ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളിലുണ്ട്. റോഡാവട്ടെ, ബ്രിഡ്ജാവട്ടെ, മറ്റു കാര്യങ്ങളാവട്ടെ ഒക്കെ തന്നെ അതിലൊരു മെല്ലെപ്പോക്കും അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയും അത് മെയിൻ്റനൻസ് ചെയ്യുന്നതിലുള്ള ഒരു അനാസ്ഥയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ അത് സംഭവിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ശീലിച്ച ആളുകൾക്ക് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ടൈം വലിയൊരു പ്രശ്നമാണ്. കാരണം അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല. അങ്ങനെ പലതരം. അപ്പോൾ നമ്മളിപ്പോൾ റോഡ് ഇത് മാത്രമല്ല, മറ്റു അടിസ്ഥാനപരമായിട്ടുള്ള മേഖലയും കൂടി നോക്കുമ്പോൾ അവിടെയൊക്കെ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രവാസി വോട്ടറെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഒരു ഗവേണൻസിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ അനുഭവിച്ചിട്ട് പോയ ആളുകളെ സംബന്ധിച്ച് അവിടെ എത്തുമ്പോൾ അതൊക്കെ നിഷ്പ്രഭമാകുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ സമയം പോകുന്നു, അതുപോലെ അവൻ്റെ ധനം ചിലവാകുന്നു, അതോടൊപ്പം തന്നെ മാനസിക പ്രയാസം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റം വരണം എന്നാണ് പ്രവാസികൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പ്രവാസികൾ ഈ മേഖലയിൽ ഉള്ള ആളുകൾ തന്നെ നാട്ടിൽ മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് അത്തരം ആളുകൾക്ക് അതിലൊക്കെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും നല്ല അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കേരളത്തെ നമുക്ക് സുന്ദരമാക്കാം. മൊത്തത്തിലൊരു പട്ടണം എന്ന രീതിയിലൊക്കെ കേരളത്തെ ഉടനീളം ചിത്രീകരിക്കാവുന്ന തരത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പട്ടണമാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ശരിക്കും ഒരു വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അത് മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനായിരിക്കട്ടെ ഇത്തവണത്തെ വോട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഭരണം വരണമെന്നാണ് പ്രവാസികൾ ആഗ്രഹിക്കുന്നത്. റാസൽ ഹേമയിൽ നിന്നും യാസിർ അറഫാദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ. വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നത് മുന്നണികളുടെ സ്വാതന്ത്ര്യമാണെന്ന സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ. രാഷ്ട്രീയ സഖ്യത്തെ എതിർക്കേണ്ട കാര്യം സമസ്തയ്ക്കില്ല. ഇക്കാര്യത്തിൽ സമസ്ത പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമില്ലെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. വെൽഫെയർ പാർട്ടി അത് നിങ്ങൾ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലേ? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമികളോട് നമുക്ക് അവരുടെ ആശയങ്ങളോട് ആശയപരമായി ശക്തമായ എതിർപ്പുണ്ട്. അവരെ നമ്മൾ പൂർണ്ണമായി എതിർത്തവരാണ് എല്ലാ സമയത്തും. അവരുമായിട്ട് യോജിപ്പില്ല. പക്ഷേ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അവർ കൂട്ടുകൂടുമ്പോൾ അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, അത് ആ രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ നയങ്ങൾ എന്താണ്, അത് നമുക്ക് കൂട്ടുകൂട്ടാൻ പറ്റുമോ, അത് നമ്മൾ അവരായിട്ട് സഖ്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അവരെ രാഷ്ട്രീയമായിട്ട് സഖ്യം ചെയ്യണ രാഷ്ട്രീയ പാർട്ടികൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. സമസ്ത പ്രവർത്തകർക്കിടയിൽ ഒരു ആശയക്കുഴപ്പമില്ല. പൊതുജനങ്ങൾക്കുള്ളത് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് സമസ്ത പ്രവർത്തകരുടെ ഇടയിൽ, സമസ്തന്റെ അനുഭാവികളുടെ ഇടയിൽ എത്തിയ ആശയം. പ്രചാരണം മുറുകുമ്പോൾ കൂത്താട്ടുകുളത്തെ മായാവി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മായ വി എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ്. ബാലറ്റ് റൈഡ് മായാവിയുടെ നാട്ടിലേക്ക്. കൂത്താട്ടുകുളത്ത് നമ്മളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ഓം ക്രീം പിച്ചാത്ത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് മായാവിയെ കാണാൻ. മായാവി കേരളം മുഴുവൻ ട്രോളിലൂടെയാണ് തുടങ്ങിയെങ്കിലും ഈ പേരിപ്പം നാട്ടുകാർ മൊത്തം പറഞ്ഞു. ഞങ്ങൾ എവിടെ ചെന്നാലും ആളുകൾ പറയുന്നുണ്ട് മായാവിയെ കുറിച്ച്. അതെ, കുറെ പേര് എന്നെ അന്വേഷിക്കുന്നുണ്ട്. ട്രോള് ഭയങ്കര വൈറലായി. എന്തുകൊണ്ടാണ് ഈ ഇനീഷ്യൽ എടുത്തിട്ട് തുടക്കത്തിലിട്ടിട്ട് വി മായ എന്ന് പറയാതിരുന്നത്? അത് വി എന്നുള്ള എന്റെ അമ്മയുടെ പേരാണ്. വാസന്തി എന്നായി പോകില്ലേ, പിന്നെ കൂട്ടുകാരൊക്കെ അങ്ങനെ വിളിക്കാന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് പണ്ട് അവരെങ്ങനെ ഇട്ട പെൻഷിൽ അങ്ങനെ ഇട്ടതാ. പെൻഷിൽ ഇട്ടിട്ട് മായാവി എന്നങ്ങായി. ഇപ്പൊ എവിടെ ചെന്നാലും വോട്ട് ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം ഈ വൈറലായതിനു ശേഷം? ഞാൻ ഓൾറെഡി ഒരു ജിരി ബമ്പർ ജിരിയിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ മായാവിന്ന് കുറച്ച് പേർക്ക് അറിയാം നമ്മുടെ നാട്ടുകാർക്ക്. പിന്നെ ഇപ്പം ഞാനാണ് LDFന്റെ സ്ഥാനാർത്ഥിയാണ്, 26ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. മായാവി എന്ന് പറയുമ്പോൾ ആദ്യം അവരൊന്ന് ചിരിക്കും, എന്നിട്ട് അവർ കേട്ടു അങ്ങനെ പറയാറുണ്ട്. എതിരാളികൾ കുപ്പിയും വന്ന് കൊണ്ടുവന്നിട്ട് മായാവിയെ കുപ്പി കയറ്റാൻ നോക്കിയാൽ അടങ്ങിയിരിക്കാൻ വേണ്ടി ചിലപ്പോ കുപ്പി കയറുമായിരിക്കും, പക്ഷെ പൊട്ടിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ പുറത്തു വരും. അപ്പൊ ഞങ്ങള് ഇവിടെ തിരിക്കുകയാണ് മായാവി. ഓക്കെ, താങ്ക് യു. അപ്പം മായ പറഞ്ഞു തീർത്തതാണ്, നമ്മളിൽ ആര് തോറ്റാലും നാട് ജയിക്കണം. അതൊരു പോയിന്റാണ്. നമ്മള്
കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്ര തുടരുന്നു. താങ്ക് യു. ചേർന്നത് ഇനി മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. SARL ഹെൽപ്പ് ഡെസ്കുമായി ഇൻകാസ് ഖത്തർ. പ്രവാസികളുടെ സംശയം ദൂരീകരിക്കാൻ തുമാമയിലെ ICBF ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഇൻകാസ് ഓഫീസിൽ സഹായകേന്ദ്രം. മസ്കത്തിലെ റൂവി മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച RMA കിച്ചൺ മാസ്റ്റേഴ്സിൽ ഡോക്ടർ നാസിയ നവാസിന് കിരീടം. 100ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഡോക്ടർ രാജശ്രീ നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കുവൈത്തിലെ അനധികൃത ക്യാമ്പുകൾ കണ്ടെത്താൻ കർശന പരിശോധന. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതും അനധികൃതമായി വാടകയ്ക്ക് നൽകിയതുമായ 100ലേറെ ക്യാമ്പുകൾക്ക് നോട്ടീസ്. 10 കടകൾ പൊളിച്ചു നീക്കി. കുവൈത്തിൽ കോഴിമുട്ട ക്ഷാമം. വിപണി നിരീക്ഷണം ശക്തമാക്കി വാണിജ്യ മന്ത്രാലയം. മുട്ടയുടെ ലഭ്യതയും ന്യായമായ വിലയും നിലനിർത്തുക ലക്ഷ്യം. കുവൈത്തിൽ ജനുവരിയിൽ 6 ദിവസം ഔദ്യോഗിക പൊതു അവധി. പുതുവത്സര അവധി ജനുവരി 1 മുതൽ 3 വരെ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വീണ്ടും ബലാത്സംഗ പരാതി. KPCCക്കും രാഹുൽ ഗാന്ധിക്കും പരാതി നൽകിയത് ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരി. ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നും ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെട്ടെന്നും പരാതിയിൽ സുഹൃത്ത് ഫെന്നി നൈനാനൊപ്പമാണ് രാഹുൽ എത്തിയതെന്ന യുവതി. രാഹുലിനെതിരായ പുതിയ പരാതി പാർട്ടി ചർച്ച ചെയ്യുമെന്ന് VD സതീശൻ. പരാതി DGPക്ക് കൈമാറി KPCC. പരാതി പച്ചക്കള്ളമെന്ന് രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. മാർക്ക് തട്ടിപ്പിൽ റിപ്പോർട്ടർ ചാനൽ ഉടമയ്ക്കെതിരെ കേസ്. നടപടി 24 ചാനൽ നൽകിയ പരാതിയിൽ. ചുമത്തിയത് വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ. മാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥിനെയും പ്രതി ചേർത്തു. തിരുവനന്തപുരത്ത് KSRTC ബസ് തടഞ്ഞ കേസിലെ കുറ്റപത്രത്തിൽ നിന്ന് മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് MLAയെയും ഒഴിവാക്കി. കേസിൽ മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രം പ്രതി.